വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിന് പിന്നാലെ ഉയർന്ന നിയമനക്കൊഴ ആരോപണങ്ങളിൽ കേസെടുത്ത പോലീസ്. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതികളാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN അഗെയിൻ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സജീവമായ നടപടിയിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ 5 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. 2 പരാതിയിലാണ് കേസ്. 2 പരാതി എന്ന് പറയുന്നത്, ഒന്ന് പത്രോസ് എന്ന് പറയുന്ന ആളുടെ പരാതിയാണ്. മകൻ എൽദോസിന് വേണ്ടി, താളൂർ സ്വദേശിയാണ്, മകൻ എൽദോസിന് വേണ്ടി ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി കബളിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഈ 4 പേർക്കെതിരെയും വഞ്ചനാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ സായൂജ് എന്നയാളുടെ മറ്റൊരാളുടെ പരാതി കൂടിയുണ്ട്. ഈ സായുവിന്റെ പരാതിയിൽ 2016 ജൂലൈ മാസം അനിയനായിട്ടുള്ള സൂരജിന് വേണ്ടി ബത്തേരി അർബൻ ബാങ്കിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികൾ പരാതിക്കാരിൽ നിന്ന് 11 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം വാഗ്ദാനം ചെയ്ത ജോലിയോ പണമോ നൽകിയില്ല എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് 2 നേതാക്കൾ മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പത്രോസിന്റെ പരാതിയിൽ UK പ്രേമൻ, അതോടൊപ്പം തന്നെ സക്കറിയ മണ്ണിൽ, CT ചന്ദ്രൻ, വിജയൻ NM വിജയനെതിരെയും പരാതിയുണ്ട്. മരിച്ച NM വിജയനെതിരെയും ഇതുമായി ബന്ധപ്പെട്ട് FIRൽ പേരുണ്ട്. 4ാമത്തെ പേരായിട്ടാണ് FIRൽ NM വിജയന്റെ പേരുള്ളത്. ഇത്തരത്തിൽ 3 പേർ എന്ന് പറയുന്നത് UK പ്രേമൻ, സക്കറിയ മണ്ണിൽ, CT ചന്ദ്രൻ, ഇവരെല്ലാം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ്. ബ്ലോക്ക് തലത്തിൽ വരെ നിൽക്കുന്ന നേതാക്കളാണ്. ഇതിൽ അർബൻ ബാങ്കിന്റെ ഡയറക്ടറായിരുന്ന ഒരാൾ കൂടിയുണ്ട് ഈ പരാതിയിൽ. അങ്ങനെ ഇത്തരത്തിൽ 2 FIRകളാണ് ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 പരാതി, ഒരാൾ താളൂർ സ്വദേശി പത്രോസ്, മറ്റൊരാൾ സായൂജ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയാണ് അദ്ദേഹം ജോലിക്ക് വേണ്ടി ശ്രമിച്ചത്. ആ ജോലി നൽകാതെ വഞ്ചിച്ചു, അല്ലെങ്കിൽ പണം തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്നുള്ളതാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും തുടരുകയാണ്. ഈ കയ്യക്ഷര പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് വേഗത്തിൽ കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകണം. മാത്രമല്ല ഇത് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള കയ്യക്ഷരവുമായി ബന്ധപ്പെട്ട രേഖകളുടെ സമാഹരണം പോലീസ് ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഒരുമിച്ച് വെച്ചുകൊണ്ടാകും ഇത്തരത്തിൽ പരിശോധനയ്ക്കുള്ള നീക്കം നടക്കുക. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിനിടയിലാണ് 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.